ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് തമ്മിൽ കണ്ട പോലെ തന്നെ കടൽ കടന്ന് പോകാനുള്ള നമുക്കൊരു ബീഫ് ഡ്രൈ റോസ്റ്റാണ് കേട്ടോ ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്കിതാ ബീഫ് ഞാൻ നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളം വരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കൊരു കുക്കറിലൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. 4 കിലോ ഉണ്ട് കേട്ടോ, അത് 4 കിലോ ബീഫാണ്. ഇതിൽ നമ്മളൊരു 3 കിലോ അളവ് വരുന്ന ബീഫിനെ എടുത്തിട്ടാണ് നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്യുന്നത്. ബാക്കി നമുക്ക് റോസ്റ്റ് ചെയ്യണം. ഇത് കൊണ്ടുപോകാനുള്ളതാണ് കേട്ടോ. ബ്രദറിൻ്റെ ഒരു സുഹൃത്തിന് പോവാണ്, അപ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ബ്രദറിന്. അപ്പോൾ അത് ഞാനിതിൽ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ മീറ്റ് മസാല അത് ഈ സ്പൂണിനാണ് ഇട്ട് കൊടുക്കുന്നത്. നല്ല സ്പൈസി ആയിട്ട് തന്നെയാണ് ഇട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ എരിവ് ഇത്ര വേണ്ട എന്നാണെങ്കിൽ ഇത്ര ഇടണ്ട. ഞാൻ അത്യാവശ്യം ഒരു 3 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതാ കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, അതുപോലെ കറിവേപ്പില, ഇത് രണ്ടും ചേർത്ത് കൊടുക്കുക. കറിവേപ്പില കുറച്ച് അധികം തന്നെ ഇട്ട് കൊടുത്തോട്ടെ കേട്ടോ. ഞാനതിൻ്റെ തണ്ടും വെട്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ കറിവേപ്പിലയുടെ തണ്ട് നല്ലൊരു ഫ്ലേവർ കിട്ടും. അപ്പോൾ അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, ഇനി ഇത് ചേർത്തിട്ട് നമുക്ക് അധികം വെള്ളമൊന്നും ഒഴിക്കണ്ട. ഒരു ലേശം വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ. കുറേ ഒഴിച്ച മാതിരി തോന്നും, പക്ഷെ അത്ര ഒന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ. നമുക്ക് കുഴച്ചെടുക്കാൻ ബുദ്ധിമുട്ടില്ലാണ്ടിരിക്കാനാണ് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തത്. ഇനി നമുക്കിത് നന്നായിട്ട് കുഴച്ചെടുക്കാം കേട്ടോ. ബീഫും ഈ മസാലയൊക്കെ കൂടിയിട്ട് നല്ലൊന്ന് മിക്സ് ആവട്ടെ. ബീഫിലേക്ക് നമുക്ക് ഈ മസാലയൊക്കെ നല്ല ചേരണം. നമ്മൾ അത്രയും കുഴച്ചെടുക്കുക. കുറച്ച് കൂടുതലുള്ള ക്വാണ്ടിറ്റി ആയ കാരണം നമുക്ക് അടിയിൽ ബീഫ് ആവാണ്ട് കിടക്കുന്നുണ്ടാവും. അപ്പോൾ അതെല്ലാം നമുക്കിതുപോലെ കുഴച്ച് മേലക്കാക്കി വെച്ച് കൊടുക്കുക. കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആകെ 1 ഗ്ലാസ് വെള്ളമാണ് ഇട്ട് കൊടുത്തത്. അത് 2 തവണ ആയിട്ടാണ് ഒഴിച്ചു കൊടുത്തത് കേട്ടോ. അപ്പോൾ അതാ ബീഫും മസാലയും ഒക്കെ കൂടിയിട്ട് നന്നായിട്ടൊന്ന് സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ അടിയിൽ ഒരു ലേശം കാണുന്നില്ല, ആ വെള്ളം മാത്രമേ ഉള്ളൂ ഇതിൽ. ചെറിയൊരു ഗ്ലാസ്സിന് 1 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു ചിരട്ട കഷ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ബീഫ് പെട്ടെന്ന് വേവാനും അതുപോലെ ബീഫിലുള്ള കൊളസ്ട്രോളൊക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ ചിരട്ടയുടെ കഷ്ണം ഇട്ട് കൊടുക്കുന്നത് നല്ലതാട്ടോ. ചിരട്ട ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊളസ്ട്രോൾ സംഭവങ്ങളൊക്കെ ഈ ചിരട്ട ഇത് വലിച്ചെടുക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ചെയ്യാറുണ്ട്, ബീഫ് വെക്കുമ്പോൾ ബോട്ടിയൊക്കെ വെക്കുന്ന സമയത്ത് ചെയ്യാറുണ്ട്. അപ്പോൾ അതാ ഞാനത് മൂടിയിട്ട് നമുക്കിത് വിസിലടിക്കാണ്ട് വെക്കാം. ഞാൻ ഒരു വിസിൽ അടിച്ച് 2ാമത്തെ വിസിൽ വരാറായപ്പോൾ തന്നെ ഞാൻ ഓഫ് ചെയ്തു കേട്ടോ. ഇറക്കി വെച്ചു. എന്നിട്ട് അത് കളഞ്ഞിട്ട് ഞാൻ തുറന്നു വെച്ചത്. അപ്പോൾ വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 2 വിസിലും കൂടുതൽ വരണ്ട.
ആ ടൈമിൽ നമുക്കിത് കുറച്ച് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതിലിട്ട് ക്രഷ് ചെയ്യാണ്. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, അതുപോലെ ഗ്രാമ്പു, പട്ട, ഏലക്ക ഇതെല്ലാം കൂടിയിട്ട് ഞാനൊന്ന് ക്രഷ് ചെയ്യാണ്. ഇവിടെ മിക്സി പണി മുടക്കിയിട്ടുണ്ട്, അപ്പോൾ അത് കാരണമാണ് ഞാൻ ഇതിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം കേട്ടോ. അത് നമുക്ക് പേസ്റ്റ് ആക്കിയിട്ടാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇതിൽ ക്രഷ് ചെയ്യാനല്ലേ പറ്റുള്ളൂ. അതുപോലെ ഗരം മസാലേൻ്റെ പൊടി ഉണ്ടെങ്കിൽ നമുക്ക് അത് ഇതിലൂടെ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ഉണ്ട്, പച്ചമുളകുണ്ട്, പിന്നെ ഏലക്ക ഉണ്ട്, ഗ്രാമ്പുണ്ട്, പട്ട ഉണ്ട്, പിന്നെ ഒരു 4 മണി പെരുംജീരകം കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് ഒന്ന് പേസ്റ്റാക്കി എടുക്കാം. അപ്പോൾ ഇതിൽ നമുക്ക് ഇത്രയും ആയി കിട്ടുള്ളൂ കേട്ടോ. ഇത് ഒന്നുകൂടെ നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഓണാക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ അത് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഇത് മാറ്റി വെക്കാം കേട്ടോ. നമ്മുടെ ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. അപ്പോൾ 2 വിസിൽ ആയിട്ടില്ല, അപ്പോൾ ഞാൻ ഓഫാക്കിയതാണ് കേട്ടോ. അത് നല്ല ബീഫ് നല്ല വെന്തിട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഒരു കുഞ്ഞൊരു സവോള, അതല്ലെങ്കിൽ ഒരു സവോളൻ്റെ ചെറിയൊരു ഭാഗം അത്ര എടുത്താൽ മതി കേട്ടോ, കൂടുതൽ എടുക്കരുത്. നമുക്ക് അതിൽ കുറച്ച് കറിവേപ്പില കൂടി ഇട്ടിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ നമുക്ക് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം കേട്ടോ. സവോള നല്ല മൊരിഞ്ഞ പോലെ മൂത്തെടുക്കണം. നമുക്കിത് പാക്കാക്കി കൊണ്ടുപോകാനുള്ളതല്ലേ, അപ്പോൾ കേടുവരാൻ ചാൻസ് ഉണ്ട്. നമ്മൾ സവോള പച്ച പോലെ കിടന്നുണ്ടെങ്കിൽ ചിലപ്പം നാശമായി പോവും. അപ്പോൾ സവോള നന്നായിട്ട് തന്നെ മൂപ്പിച്ചെടുക്കുന്നുണ്ട്. കറിവേപ്പിലൊക്കെ കുറച്ചധികം ചേർത്തോളൂ കേട്ടോ. ഇപ്പോൾ നല്ല മൊരിഞ്ഞിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം.
ചെറുതായിട്ടൊരു ബ്രൗൺ ഷെയ്ഡ് വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ളത് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇത് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം കേട്ടോ. ഇതിൻ്റെ പച്ചമണം മാറിയ പോരാ, നമുക്ക് കുറച്ച് കൂടുതൽ സമയം വെച്ചിട്ട് അത് മൊരിപ്പിച്ചെടുക്കണം. നന്നായി മൂത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനത് 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. മല്ലിപ്പൊടി, മുളക് പൊടി ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3-4 ടീസ്പൂൺ മീറ്റ് മസാല, ഇതും കൂടി ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം കേട്ടോ. പൊടികളുടെ ഒന്നും അളവ് അങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എത്ര ബീഫ് ഉള്ളച്ചെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. ഇത് നന്നായിട്ട് മൂപ്പിക്കുക. അതിൽ ഒരു ലേശം കൂടെ ഓയിൽ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിത് റോസ്റ്റ് ചെയ്ത് എടുക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ ഇനി ഓയിൽ ചേർക്കില്ല. ഈ ഓയിൽ മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. നമുക്കതിലേക്ക് ബീഫ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ബീഫും ഈ മസാലയും എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പതുക്കനെ മിക്സ് ചെയ്താൽ മതി കേട്ടോ. മസാലയും ബീഫും കൂടി നന്നായിട്ടൊന്ന് പിടിക്കട്ടെ. പതുക്കനെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നമ്മളിത് കുറച്ചൊക്കെ കത്തിച്ചിട്ട് അടുപ്പ് കത്തിച്ച് പിന്നെ അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് നമുക്കൊന്ന് പോയിട്ട് ഇങ്ങനെ ഇതുപോലെ പതുക്കെ മറിച്ച് കൊടുത്താൽ മതി കേട്ടോ, ഇളക്കി കൊടുത്താൽ മതി. അതുപോലെ നമ്മൾ ഗ്യാസിൽ ചെയ്യുന്നതിനെക്കാട്ടിലും ഇതുപോലെ ഡ്രൈ റോസ്റ്റ് ചെയ്യാനൊക്കെ നമുക്ക് വിറകടുപ്പിൽ ചെയ്യാനാട്ടോ സുഖം. അതാകുമ്പോൾ നമുക്ക് കുറച്ച് കത്തിച്ചിട്ട് നമുക്ക് റോസ്റ്റ് ചെയ്യാം. പിന്നെ നമ്മൾ ആ കനലിൽ വെച്ചിട്ട് ആ ചൂടിൽ ഇരുന്നിട്ട് ബാക്കി സാവധാനം മൊരിഞ്ഞ് കിട്ടിക്കോളും. ഫുള്ള് നമ്മൾ കത്തിച്ച് അങ്ങനെ മൊരിയിപ്പിക്കുമ്പോൾ അത്ര നന്നാവില്ല. സാവധാനം കിടന്ന് നമ്മൾ മൊരിപ്പിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ഉൾഭാഗവും എല്ലാം നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടും. ഇപ്പം ഞാനിതാ കുറച്ച് അടുപ്പ് കെടുത്തി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ കുറച്ചൊക്കെ റോസ്റ്റ് ആയിട്ടുണ്ട്. ഞാൻ ആ സമയത്ത് ഇതാ കുറച്ച് കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല സ്പൈസി ആയിരിക്കും കേട്ടോ ഈ ബീഫ്. നമുക്കിതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കുരുമുളക് ഈ ബീഫിൽ എല്ലായിടത്തും ഒന്ന് എത്തണം. പതുക്കെ ചെയ്താൽ മതി.
ഇനി ഇതിങ്ങനെ നമുക്ക് അടുപ്പിൽ തന്നെ വെക്കുക. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് അങ്ങനെ ഒന്ന് മൊരിപ്പിച്ചെടുത്താൽ മതി കേട്ടോ. നമ്മളെ ഡ്രൈ റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും അപ്പം തന്നെ മൊരിപ്പിച്ചെടുക്കരുത് കേട്ടോ. നമ്മൾ സാവധാനം അടുപ്പിൽ വെച്ചിട്ട് വേണം നമുക്കത് മൊരിപ്പിച്ചെടുക്കാൻ. പ്രത്യേകിച്ച് നമുക്കിത് കൊണ്ടുപോകാനൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ അതിൻ്റെ ഉൾഭാഗവും എല്ലാം നന്നായിട്ട് മൊരിഞ്ഞിട്ട് കിട്ടണം. അപ്പോൾ നമ്മുടെ ചാനൽ കാണുന്ന പുതിയ കൂട്ടുകാരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക കേട്ടോ. ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്ത് നോക്കൂ കേട്ടോ എല്ലാവരും. കൂടുതൽ നമുക്ക് എടുത്ത് കാണിക്കാൻ പറ്റില്ല, കൈയിടാൻ പറ്റില്ലല്ലോ അതിൽ. പാക്ക് ചെയ്യാനുള്ളതല്ലേ, അപ്പോൾ നാശമാവില്ലേ. അപ്പോൾ അത് നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഉൾഭാഗവും ആ പീസ് കഴിക്കുമ്പോഴൊക്കെ. അപ്പോൾ ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അസ്സലാമു അലൈക്കും.